സാരി ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങളുണ്ടോ? അഥവാ ഉടുത്തില്ലെങ്കിൽ പോലും അലമാരിയിൽ അട്ടിക്ക് അടുക്കി വെച്ച സാരി കണ്ട് സന്തുഷ്ടരാവുന്നവരാണ് നമ്മളിൽ പലരും. കാഞ്ചീപുരം പട്ട് സെന്ററിന്റെ വരവോടുകൂടി മച്ചിനു മീതെ കെട്ടിവെച്ച കീറിയ പട്ടുസാരികൾക്ക് വരെ ഡിമാൻഡ് ഏറുകയാണ്. ഏത് തരം കസവാണ് സാരിയിൽ നെയ്തിട്ടുള്ളതെന്ന് കടപ്പാക്കല്ലിൽ ഉരച്ചു നോക്കി അത് വെള്ളിനൂൽ കൊണ്ടാണോ ചെമ്പുനൂൽ കൊണ്ടാണോ എന്ന് ഉറപ്പിച്ചാവും വില നിശ്ചയിക്കുക. വെള്ളിനൂൽ കൊണ്ട് നെയ്ത സാരിയുടെ വീതി നോക്കിയാവും അതിന് വില നൽകുന്നത്. ചെമ്പാണെങ്കിൽ 50 രൂപ മാത്രം. ഇങ്ങനെയാണ് ഈ ബിസിനസിന്റെ ഒരു പ്രൈസ് സ്ട്രാറ്റജി. കസവ് മുണ്ട്, കസവ് സാരി, ബനാറസ് സാരി, ടിഷ്യൂ സാരി എന്നിവയ്ക്ക് അധിക വില ലഭിക്കുമെന്ന് കച്ചവടക്കാർ പറയുന്നു. നമ്മൾ കൊടുത്ത സാരികൾ തീയിലുരുക്കി അതിൽ നിന്നും വെള്ളിനൂലും ചെമ്പുനൂലും മാത്രം മാറ്റിയെടുക്കും. പിന്നെ കുറച്ചു നേരത്തേക്ക് അവർ തട്ടാന്മാരും കൊല്ലന്മാരുമാവും. അവരുടെ കരങ്ങളിൽ ആഭരണങ്ങളും പണിയായുധങ്ങളും അടുക്കള ഉപകരണങ്ങളും പിറക്കും. ഇനി ഇതിന് പിന്നിലെ യഥാർത്ഥ ബിസിനസ്സിലേക്ക് വരാം. ഒരു കാഞ്ചീപുരം പട്ടുസാരിക്ക് 2 കിലോഗ്രാം എങ്കിലും തൂക്കമുണ്ടാവും. അതിൽ കസവ് മാത്രം 1 കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്നത്തെ മാർക്കറ്റിൽ 1 കിലോഗ്രാം വെള്ളിയുടെ വില 95,000 രൂപയാണ്. അപ്പോൾ 50,000 കൊടുത്ത് നിങ്ങൾ വാങ്ങിയ സാരിക്ക് 16,000 രൂപ തരുകയാണെങ്കിൽ നേട്ടം നിങ്ങൾക്കോ അവർക്കോ? ചെമ്പുനൂലിൻ്റെ സാരിക്ക് 50 രൂപ മാത്രം ലഭിക്കുമ്പോൾ ചെമ്പിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 1 കിലോഗ്രാം ചെമ്പിന് 859.19 രൂപ വരെ വരുന്നുണ്ട്. അപ്പോൾ നേട്ടം നിങ്ങൾക്കോ അവർക്കോ? ഒരു കല്യാണത്തോടു കൂടി സാരി പുരാണങ്ങൾ അവസാനിക്കുന്നില്ലെന്ന് പ്രമുഖ വസ്ത്രാലയം പറയുമ്പോൾ ഈ സാരി പുരാണം ഉദ്ഭവിക്കുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ നിന്നാണ്. അവരുടെ കച്ചവട വളർച്ചയ്ക്കായി എങ്ങനെ സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്താം എന്നതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയല്ലേ ഇത്? അതിനായി ഇൻഫ്ലുവൻസേഴ്സിനെ ഇറക്കിയ വകയിൽ എത്ര ചെലവായി എന്നത് നമ്മളെ ബാധിക്കുന്നതല്ല. എന്നിരുന്നാലും പ്രൊമോ വീഡിയോസിൽ സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടുത്താത്തതിൻ്റെ പിറകിലെ സത്യം എന്താണ്? ക്യാമറയ്ക്ക് മുന്നിൽ വരാനുള്ള ഭയം കൊണ്ടാണെന്ന കച്ചവടക്കാരൻ്റെ വാദം കസ്റ്റമേഴ്സ് പൊളിച്ചടുക്കിയത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല, ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. എന്തുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സിന് മാത്രം പണം? എന്തുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സാരികൾ മാത്രം പട്ടായി എന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായി കാണും. പട്ടുസാരിയുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്താൽ പോലും അതിൻ്റെ വില പറഞ്ഞു തരും എന്ന് ഇവർ നൽകുന്ന സർവീസാണ്. അപ്പോൾ കടപ്പാക്കല്ലിൻ്റെ ദയനീയാവസ്ഥ ഓർക്കുമ്പോൾ നടൻ ബാലയുടെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സാരി പുരാണത്തിലെ ഒരു ഭാഗം കൂടി പറഞ്ഞു വയ്ക്കാം. കഴുകി വെച്ച പാത്രങ്ങൾ അന്യോന്യം സംസാരിക്കുന്നത് കേട്ട പുറം പണിക്കാരൻ കൈക്കോട്ട് പറഞ്ഞത്രേ, ഒരു കാലത്ത് ഞാൻ ഈ വീട്ടിലെ അമ്മയുടെ കെട്ടുസാരി ആയിരുന്നെന്ന്. ഓർമ്മകളെയും ആളുകളെയും ചേർത്ത് വയ്ക്കാൻ ഒരു നല്ല ഉപാധി തന്നെയാണ് ഇത്. പക്ഷേ വീഡിയോസിൽ കണ്ടത് മാത്രമല്ലല്ലോ വാസ്തവം. ഫെയർ ആൻഡ് ലവ്ലി തേച്ച് ആരും വെളുത്തിട്ടില്ല. സ്നിക്കേഴ്സ് മാത്രം കഴിച്ച് ആരുടെയും വിശപ്പ് അടങ്ങിയിട്ടുമില്ല. റോസ്മേരി തേച്ച് മുട്ടോളം മുടിയും വളർന്നിട്ടില്ല. എല്ലാം ഒരു മാർക്കറ്റിംഗ് ആണടോ.